ഒന്നാമത് പറഞ്ഞ വുളു പൂർണ്ണമായിട്ട് എടുക്കും. അങ്ങനെ തന്നെ എടുക്കണം. വുളു പൂർണ്ണമായിട്ട് തന്നെ എടുക്കണം. സഹോദരങ്ങളൊക്കെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, പള്ളിയിൽ ബാത്റൂമിലേക്ക് നമ്മൾ മലമൂത്ര വിസർജനത്തിന് പോയാൽ നമുക്ക് നേരമില്ല. മൊബൈൽ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ വെച്ചതാ, ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ ചെവിയിലും ഒരു കൈ ഇങ്ങനെ സിബിലുമാണ്. അല്ലെ ഞാൻ ബാത്റൂമിലാണോ? ഓക്കട പിന്നോട് ഓക്കട. നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോഴും അങ്ങനെ തന്നെ. നല്ലതുപോലെ മൂത്രം പോയി തീരുന്നതിന് മുമ്പ് നാം എല്ലാം ക്ലിയർ ആക്കി കഴുകി ശുചിയാക്കി ഉളു എടുക്കാൻ വേണ്ടി വന്ന് ഈ പൈപ്പിന്റെ ചോട്ടിലുള്ള കല്ലിലേക്ക് ഇരിക്കുമ്പോൾ 2 തുള്ളി അങ്ങ് വീഴും. അപ്പൊ ഞാൻ പറയാം, അൽഹംദുലില്ലാഹ്, ഒരു ചെറിയ റാഹത്ത് കിട്ടി. റാഹത്തല്ല മോനെ, കറാഹത്ത കിട്ടാൻ മോനെ. ഇത് 2 തുള്ളി വീണത് നജസല്ലേ? നിന്റെ വസ്ത്രത്തിലേക്കാണ് ഇത് വീണത്. സുജൂദിൽ പോകുമ്പോ ബാക്കിയുള്ള എല്ലാ തുള്ളിയും പോകുമ്പോ സുബ്ഹാന റബ്ബിൽ അഅ്ലാ, എന്ത് രസമാണ്, വലിയ ആശ്വാസമായി. ആലോചിച്ച്, ഇത് ആർക്ക് വേണ്ടിയുള്ള നിസ്കാരമാണ്? ഇന്ന് ആർക്ക് നേരമില്ല. ബൈക്കിൽ പോണ കണ്ടിട്ടില്ലേ? ചെവിതാ ഇങ്ങനെ, ഞാൻ തടവ തിരിഞ്ഞിട്ട് അങ്ങനെ തിരിയാ ബൈക്കിൽ തല ഇങ്ങനെ. ഇതിനാണ് യഥാർത്ഥത്തിൽ തല തിരിഞ്ഞു എന്ന് പറയാം. ഇതാണ് തല തിരിഞ്ഞത്. സഹോദരിമാർക്ക് വരെ അങ്ങനല്ലേ? വീട്ടിൽ മലക്കറി എരിയുമ്പോഴും മീൻ കണ്ടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മത്സ്യം എടുത്ത് ഇന്ന് അയലയാടി കിട്ടിയ തല ഇങ്ങനെ വെച്ചിരിക്കും. മൊബൈൽ ഇവിടെ ഇങ്ങനെ ഫെവിക്കോൾ വാങ്ങിച്ച് തേച്ചങ്ങ് വെച്ചാൽ മതി. മൊബൈൽ എപ്പോഴും ഇങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ. നമുക്ക് ആവശ്യത്തിന് വേണം, അത്യാവശ്യത്തിന് വേണം, അതൊക്കെ ശരിയാണ്. പക്ഷേ പള്ളിക്കകം പോലും സുജൂദിലേക്ക് പോകുമ്പോ സൈലന്റ് ആക്കി മൊബൈൽ ഇങ്ങനെ ബെല്ല് കത്തി. ഉടനെ പറയാം, അളിയാ നിസ്കാരത്തിലാണ്, സലാം വിട്ടിട്ട് വിളി, അസ്സലാമു അലൈക്കും, അല്ലാഹു അക്ബർ. ഇതാരും നമ്മൾ നിസ്കാരത്തിനോട് കാണിക്കുന്ന ഗൗരവക്കുറവാണ്, ഖൗഫില്ലായ്മയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ അതാണ്. എല്ലാം ഉണ്ട്, പക്ഷേ നിസ്കാരമില്ല. എല്ലാ കാര്യത്തിലും മിടുക്കനാണ്, പക്ഷെ നിസ്കാരം എന്ന് പറയുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പെട്ടുപോയത് എന്ന് നരകത്തിന്റെ 5ാമത്തെ കവാടത്തിൽ കിടക്കുന്ന മനുഷ്യർ പറയുന്നു. എന്നാൽ നരകത്തിൽ കടന്നുപോയ, സഖറിൽ കടന്നുപോയവര് രണ്ടാമത് പറയുന്നവരെന്തെന്നറിയോ? ലം നകുനു തീമുൽ മിസ്കീൻ. ഞങ്ങളുടെ രണ്ടാമത്തെ കാരണം എന്തെന്നറിയോ? സഖർ എന്ന് പറയുന്ന ഏറ്റവും ഭയാനകരമായ നരകത്തിന്റെ 5ാമത്തെ കവാടത്തിൽ കടന്ന ഒന്നാമത്തെ കാരണം നിസ്കാരമില്ലാത്തതാണെങ്കിൽ രണ്ടാമത്തെ കാരണം എന്തേ? ലം നകുനു തീമുൽ മിസ്കീൻ. പാവപ്പെട്ടവർക്ക് ഞങ്ങളാരും ഭക്ഷണം കൊടുക്കൂല. പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കൂല. ആ പരിപാടി ഞങ്ങൾക്കില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നുസ്റത്തുൽ അനാമിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ പരിപാടി നടത്തുമ്പോ പലരും പറഞ്ഞില്ലേ, ഇവിടെ തഴവേല് പാവപ്പെട്ടവരില്ല, തഴവേല് പാവപ്പെട്ടവരില്ല. നിങ്ങൾ ആർക്കാണ് പണപ്പിരിവ് നടത്തുന്നത്? നിങ്ങൾക്ക് പുട്ടടിക്കാനല്ലേ? പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ രാത്രി കൊണ്ട് നിന്നെ പാവപ്പെട്ടവരിൽ ഏറ്റവും ചെറിയ പാവപ്പെട്ടവനാക്കാൻ അള്ളാന് കഴിവുണ്ട് കേട്ടോ. അത് നമ്മൾ ആരും മറക്കല്ലേ. പ്രിയപ്പെട്ടവരെ, കിളിമാനൂർ പാപ്പാലയം എന്ന് പറയുന്ന സ്ഥലത്ത് മരണപ്പെട്ടു പോയ ഒരു സഹോദരൻ, കല്യാണത്തിന്റെ മണവറയ്ക്കകത്താണ് ആ സഹോദരന്റെ കഫം പൊതിഞ്ഞത്. മണവറയുടെ അകത്ത് വെച്ചാണ് ആ സഹോദരന്റെ കഫം പുടവ പൊതിഞ്ഞത്. ഞാനാണ് ആ വീട്ടിലേക്ക് മയ്യത്ത് പൊതിയാൻ വേണ്ടി ചെന്നത്. വളരെ സങ്കടം തോന്നി. 30 വയസ്സിനകത്ത് പ്രായമുള്ള സഹോദരനാണ്. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമേ ആയുള്ളൂ. എന്തേ? വരുന്നവരൊക്കെ പറയുകയാണ്, യവനിതിന്റെ വല്ല കാര്യമുണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചു, ഉപ്പാ, ഈ സഹോദരൻ മനഃപൂർവ്വം മരിച്ചതല്ലല്ലോ, അള്ളാന്റെ തീരുമാനമായപ്പോ മരണപ്പെട്ടു പോയതല്ലേ. ആ സമയത്താണ് അവര് പറയുന്നത്, ഉസ്താദേ, ഇവന് മാരകമായ രോഗമായിരുന്നു, 3 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കൂലാന്ന് 2 വർഷത്തിന് മുമ്പ് RCCയിലെ, തിരുവനന്തപുരം RCCയില് വിദഗ്ധനായ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്ത രോഗത്തിനുടമയായിരുന്നു യവൻ.
പിന്നെന്തിനാണ് പെണ്ണ് കെട്ടാൻ പോയത്? പിന്നെന്തിനാണ് നിക്കാഹിന് പോയത്? ആ പെണ്ണിന്റെ ജീവിതവും നശിച്ചു പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവര് കരയുമ്പോൾ, ആ അടക്കമെല്ലാം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വന്നു പ്രിയപ്പെട്ട സഹോദരന്റെ മരണപ്പെട്ടു പോയ സഹോദരന്റെ ഭാര്യയെ വിളിച്ച് കാര്യം തിരക്കിയപ്പോ, ഇയാൾക്ക് രോഗമായിരുന്നോ എന്ന് നീ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ, എന്റെ വീട്ടില് ഞങ്ങള് 4 പെമ്മക്കളാ, ഞങ്ങള് 4 പെമ്മക്കളായിരുന്നു ഉസ്താദേ. എനിക്ക് വാപ്പച്ചിയില്ല. എന്നെ എന്റെ ഉമ്മ പ്രസവിച്ചതോടെ വാപ്പച്ചി മരിച്ചുപോയി. എന്റെ ഉമ്മയാണ് എന്റെ 3 യുക്തമാരെയും നിക്കാഹ് ചെയ്യിപ്പിച്ചേക്കാൻ ഓടി നടന്നത്. എല്ലാ പള്ളികളിലും പോകുമായിരുന്നു. ഒരു പക്ഷേ നമ്മുടെ ജുമഅത്ത് പള്ളിയുടെ മുമ്പിൽ വരെയും വന്നിട്ടുണ്ടാവും. നമ്മൾ അറിയില്ലല്ലോ, നമുക്ക് നേരമില്ലല്ലോ. ജുമാ നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടിയിട്ട് ദുനിയാവിന്റെ കാര്യത്തിനിറങ്ങി ഓടുമ്പോ കർച്ചീപ്പും വിരിച്ച് മുമ്പിലിരിക്കുന്നവരെ ശ്രദ്ധിക്കാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ലല്ലോ. അങ്ങനെ ആ പെങ്ങള് പറയുന്നു, എന്റെ 3 ഇത്തച്ചിമാരെയും എന്റെ ഉമ്മയാണ് കഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ പള്ളികളിൽ പോയി ഓരോരുത്തരെയും കണ്ടു പണപ്പിരിവ് നടത്തിയിട്ട് നിക്കാഹ് ചെയ്യിപ്പിച്ചത്. അങ്ങനെ എന്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്. നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോ ഉമ്മ അടുത്തു വന്നിരുന്നു പലപ്പോഴും കരയാറുണ്ട്. അവസാനം എന്റെ നിക്കാഹിന്റെ സമയമായപ്പോ, ഉസ്താദേ, എന്റെ ഉമ്മിച്ചാന്റെ കാല് മുറിച്ചു. ഷുഗർ ബാധിച്ചുകൊണ്ട് എന്റെ ഉമ്മാന്റെ കാല് മുറിച്ചു. മറ്റേ കാലും സുഖമില്ലാത്തത് കൊണ്ട് ഇനി വടിവിണ്ട് പോലും നടക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എന്റെ ഉമ്മ ഒറ്റപ്പെട്ടുകൊണ്ട് വീടിനകത്ത് കഴിഞ്ഞു. ഉസ്താദേ, എന്നും എന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ പറയും, നീ ഭാഗ്യം കെട്ടവളാണ് പെണ്ണേ. നിന്നെ പ്രസവിച്ചതിന്റെ അന്ന് വാപ്പ മരിച്ചില്ലേ? നിന്റെ നിക്കാഹിന് സമയമായപ്പോ എന്റെ കാല് പോയില്ലേ? ഇനി എങ്ങനെയാണ് മോളെ പുര നിറഞ്ഞു നിൽക്കുന്ന നിന്നെ പറഞ്ഞു വിടുക എന്ന് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ, ഉസ്താദേ, ഒരുപാട് ദിവസം ഞാൻ മനസ്സുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചു പോയതാണ്. പക്ഷേ ഈമാനില്ലാതെ മരിച്ചുപോയി നരകം കിട്ടുമെന്ന് പേടിച്ചുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അവസാനം എന്നോടൊരു സുഹൃത്ത് വന്നു പറഞ്ഞു, പെണ്ണേ, സ്ത്രീധനം വേണ്ട, കൈമണി വേണ്ട, അച്ചാരം വേണ്ട, ഒരു നിക്കാഹിന് ഒരുങ്ങിക്കോ. ചെറുക്കനെ കണ്ടിഷ്ടപ്പെട്ടാൽ 1 രൂപ പോലും വാങ്ങാതെ നിന്നെ കെട്ടാനൊരുക്കമാണെന്ന് പറഞ്ഞപ്പോ ഞാനത് സമ്മതിച്ചു. അന്ന് എന്നെ കാണാൻ ഈ രോഗം പിടിച്ച സഹോദരനാണ് വന്നത്. കണ്ടിഷ്ടപ്പെട്ടിട്ട് അവസാനം എന്നോട് അയാൾ പറഞ്ഞു, പെണ്ണേ, ഏത് സമയത്തും മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞ് ചികിത്സ നിർത്തിയ ശരീരമാണ് എന്റേത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ മരിച്ചു പോകാ. 3 വർഷം വരെ ഡോക്ടർ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് കുറഞ്ഞ കാലത്തിനിടയ്ക്ക് എനിക്കും നിനക്കുമാരി വിവാഹ ജീവിതത്തിൽ ഏർപ്പെടാ. ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു ഭാര്യ, അള്ളാന്റെ അനുഗ്രഹം കൊണ്ടൊരു കുഞ്ഞിനെ തന്നാ എനിക്ക് വേണ്ടി ദ്വാരക്കുന്ന ഒരു കുഞ്ഞ്, ഇതാണ് എന്റെ ആഗ്രഹം. നിനക്ക് നിക്കാഹിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണു പറയും, ഉസ്താദേ, എന്റെ ഉമ്മയോട് പറയാറ്, എന്റെ ഇത്തമാരോട് രോഗത്തിന്റെ കാര്യം പറയാറ്, ആരോടും പറയാറ്, അള്ളാഹു ചിലപ്പോ രോഗം മാറ്റിക്കൊടുത്തെങ്കിലോ എന്ന് പറഞ്ഞ് കണ്ണീരോടെ ദുആ ചെയ്ത് ഞാൻ ആ നിക്കാഹിന് സമ്മതം മൂളി ഉസ്താദേ. അവിടെയും അള്ളാഹു എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. 3 വർഷം പോയിട്ട് 3 മാസം പോലും എനിക്ക് ആ പ്രിയപ്പെട്ടവന്റെ കൂടെ ജീവിതം നയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. 3 കോടി രൂപയ്ക്ക് മക്കളുടെ കല്യാണത്തിന് ഭക്ഷണം വെച്ച് വിളമ്പുന്ന പണക്കൊതിയന്മാര് പഠിച്ചോ. ആ പാവപ്പെട്ട പൊന്നുപോള കണ്ണീരുണ്ടല്ലോ, ആ കണ്ണീരിന്റെ ശാപം നമ്മുടെ തലയൊന്നു പോകൂല പണക്കൊതിയന്മാരെ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. ഇതിന് ഔസാദ് ബാക്കവി പറയുമ്പോ ഈ സംഘടന എതിർക്കുന്ന ചില ആൾക്കാർ പറയും, ബാക്കവിക്കത് പറയാ, ഉസ്താദുമാരാണ് പണം കൊണ്ട് കല്യാണം
കല്യാണം നടത്തുന്നത്. എന്റെ പ്രിയപ്പെട്ടവരാണ്, എന്റെ മുമ്പിൽ ഇന്നലെയും ഇന്നുമായി നിറഞ്ഞിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, എന്റെ കുടുംബ ജീവിതം നിങ്ങൾക്ക് പരിശോധിക്കാം. വാപ്പ മരിച്ചുപോയ പാവപ്പെട്ട സൗന്ദര്യമില്ലാത്ത 4-5 പെൺമക്കളെ കൊണ്ട് പൊറുതിമുട്ടിപ്പോര കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയാണ് നൗഷാദ് വാക്ക വിവാഹം കഴിച്ചത്. ഇതെന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നറിയോ? ഇതെന്തിനാണ് പറയുന്നതെന്നറിയോ? എന്റെ ശബ്ദം കേൾക്കാൻ ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാരുടെ മനസ്സിന്റെ കത്ത് പാവപ്പെട്ടവരോടൊരു കനിവ് തോന്നാ, സാധുക്കളോടൊരു കനിവ് തോന്നാൻ വേണ്ടിയാ പറയുന്നത്. ബാക്കിയുള്ള 2 കാര്യങ്ങൾ കൂടി പെട്ടെന്നൊന്ന് പറയാനുണ്ട്. 6ാമത്തെ കവാടം, നരകത്തിന്റെ 6ാമത്തെ കവാടത്തിന്റെ പേര് ഹാവിയ എന്നാണ്. അമ്മാമൻ ഖഫ്ഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. ഹാവിയ എന്ന നരകമാണ്. നന്മയും തിന്മയും അല്ലാഹു തൂക്കി നോക്കുമ്പോൾ തിന്മയുടെ ഭാരം കൂടുതലും നന്മയുടെ ഭാരം കുറവും ആർക്കാണോ അവർക്കാണ് ഹാവിയ എന്ന നരകം അല്ലാഹു കൊടുക്കുന്നത്. 7ാമത്തെ നരകത്തിന്റെ കവാടത്തിന്റെ പേര്. അപ്പൊ ഈ നന്മയുടെ ഭാരം കൂടാൻ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെയും ചെയ്യണം. തിന്മയുടെ ഭാരം കൂടാൻ ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് തിന്മയുടെ ഭാരം കുറയ്ക്കാനുള്ള ശ്രമം നടത്തണം. അള്ളാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന് സംസാരിക്കുന്നത് തിന്മയുടെ ഭാരം കൂട്ടും. ഇന്ന് പള്ളിക്കകത്ത് വളഞ്ഞിരുന്നാണ് രാഷ്ട്രീയ ചർച്ച, പള്ളിക്കകത്ത് വളഞ്ഞിരുന്നാണ് വസ്തു കച്ചവടം. ഇനി മറ്റേ വസ്തു എന്തരാടെ, ഇതിന്റെ എന്തരാടെ, 50,000 ഇങ്ങോട്ട് താടെ, 25,000 അങ്ങോട്ട് താടെ, ഇതൊക്കെ പള്ളിക്കകത്തിരുന്ന. ഇത് നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് നന്മ തിന്മ തൂക്കുമ്പോൾ തിന്മയുടെ ഭാരം ഒരുപാട് കൂടുന്നതിന് കാരണമാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട സ്വത്ത്, അനാഥ മക്കളുടേത്, മുത്തഅല്ലിമീങ്ങളുടെ പൈസ, ഉസ്താദുമാരുടെ പൈസ, ഇതൊക്കെ വെട്ടി വിലിങ്ങി വയറ് വലുതാക്കി നടക്കുമ്പോൾ വയറ് വളരുന്നതിനേക്കാൾ ഡബിൾ സ്പീഡിൽ വളരുന്നത് നമ്മുടെ തിന്മയുടെ ത്രാസായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. 7ാമത്തെ കവാടം ജഹീം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് പൊട്ടിക്കരഞ്ഞു പോയത് ജഹീം എന്ന നരകത്തെ ഭയന്നുകൊണ്ടാണ്. ആരാണതിൽ കടന്നു പോകുന്നത്? വല്ലദീന കഫറൂ വകദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. അവിശ്വസിക്കുന്നവരും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കുന്നവരും ജഹീം എന്ന നരകത്തിന്റെ ഉടമകളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയാണ് മനുഷ്യർ. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ശരീരവും ഒക്കെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അൽ ഹിക്മത്തു ഫീ മഖ്ലൂഖാത്തില്ല എന്ന് പറയുന്ന ഗസാലി ഇമാമിന്റെ ഒരു മഹത്താര ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം പഠിച്ചാൽ അതിനകത്ത് കണ്ണിനെ കുറിച്ച്, കാതിനെ കുറിച്ച്, ഇമയെ കുറിച്ച്, കണ്ണുനീരിനെ കുറിച്ച്, ആകാശത്തെ കുറിച്ച്, ഭൂമിയെ കുറിച്ച് ഒരുപാട് ദൃഷ്ടാന്തങ്ങള്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. നാഥൻ നമ്മെ മനസ്സിലാക്കി നമുക്ക് ജീവിച്ച് അള്ളാഹിന്റെ പൊരുത്തം വാങ്ങാൻ തൗഫീക്ക് തരുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങളും ഇരുന്നു കൊണ്ട് തന്നെ 33 സലാത്ത് ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. നാഥൻ സ്വീകരിക്കട്ടെ. സല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ആരും ഒഴിവാക്കരുത്. ഇത്രയും പേര് ചൊല്ലുമ്പോൾ ഇതൊരു വലിയ സമ്മാനമാണ് നബിതങ്ങൾക്ക്. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ അല്ലാഹ് സ്വീകരിക്കണം. അതിനെല്ലാവരും ചൊല്ലും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരെ ഭാഗത്ത് ഒന്ന് രണ്ടുപേര് ചെല്ലണം, നിർബന്ധമൊന്നുമില്ല. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നബിതങ്ങളുടെ ഈ സലാത്തിനെ സാക്ഷി നിർത്തിയിട്ട് ഉസ്താദേ ഇത് ആ വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടിക്കുള്ളതാന്ന് പറഞ്ഞ് മാറ്റിവെക്കാനുണ്ടെങ്കിൽ കൊടുത്തേക്ക്, നിർബന്ധമില്ല. സന്മനസ്സോടുകൂടി താല്പര്യത്തോടുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ വിഷമമൊന്നുമില്ല. അവസാനം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാണുന്നതെന്നാ